ഒരു പഞ്ചായത്ത് മെമ്പറുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 8,000 രൂപയാണ്. മാത്രമല്ല ഈ പഞ്ചായത്തുകൾ തമ്മിലുള്ള എന്തെങ്കിലും മീറ്റിങ്ങുകൾ, കൂടിയാലോചനകൾ തുടങ്ങിയ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ ഒരു ബത്ത പോലെ 200 രൂപ 250 രൂപ കിട്ടാറുമുണ്ട്. വാസ്തവത്തിൽ ഈ 8,000 രൂപ എന്ന തുക വളരെ കുറവാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാം. എങ്കിലും ഇത് മറ്റൊരു ജോലി പോലെയല്ല, അതിനേക്കാൾ ഉപരി ഇതൊരു സേവനം കൂടിയാണ്. ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഭരണാധികാരി ആയി തീരുക എന്ന് പറയുന്നത് അതൊരു സേവനം കൂടിയാണ്. എന്തായിരിക്കാം ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ വേണ്ട യോഗ്യതകൾ, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കരിയർ കെട്ടിപ്പടുക്കുന്നതിൽ വേണ്ട ചില യോഗ്യതകളെക്കുറിച്ചാണ് ഇന്ന് മല്ലു മെട്രോ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ പല രാഷ്ട്രീയ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം പ്രധാനമായിട്ടൊരു 4-5 ഗുണങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്, വളർന്നു വരുന്ന യുവ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ആവശ്യമാണ്. അതിൽ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറുക എന്നുള്ളതാണ്. അതായത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലം കൂടി ആണ്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ സിനിമാ നടന്മാർ, നടിമാർ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാർ, ക്രിക്കറ്റ് താരങ്ങൾ, അവരൊക്കെ മാത്രമാണ് ജനങ്ങളിൽ വലിയൊരു സ്വാധീനം ചെലുത്താറ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് ഈ സോഷ്യൽ മീഡിയ, ട്വിറ്ററും ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബൊക്കെ വഴി ഒരുപാട് തരത്തിലുള്ള ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആളുകളായി മാറിയിരിക്കുന്നു. എല്ലാ ആളുകളും സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം സഫാരി TV ചാനലിൻ്റെ സ്ഥാപകനൊക്കെ കൂടിയാണ്. പക്ഷെ അദ്ദേഹം ഒരു ബ്രാൻഡായിട്ട് മാറി. ഇപ്പം ഒരിടത്ത് പറഞ്ഞ ബോച്ചയും അദ്ദേഹം ഒരു ബ്രാൻഡായിട്ട് മാറുകയാണ്. അപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ വ്യക്തിത്വം എത്രത്തോളം ദൃശ്യവൽക്കരിക്കാൻ കഴിയുമോ അത്രത്തോളം ദൃശ്യവൽക്കരിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു വാർഡ് മെമ്പർ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കരിയർ ലക്ഷ്യമിടുന്ന ആളുകൾ സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറേണ്ടതുണ്ട്. എല്ലാ ആളുകളും, ഇപ്പം നരേന്ദ്രമോദിയൊക്കെ അത്തരത്തിൽ വന്ന ഒരു ബ്രാൻഡാണ്. അതായത് ഇങ്ങനെ പടിപടിയായിട്ട് വന്ന ഒരു ബ്രാൻഡായിട്ട് മാറുകയാണ്. അത് വ്ളാഡിമിർ പുടിൻ ലോക നേതാവാണ്. അദ്ദേഹം ഇങ്ങനെ പതിയെ ബ്രാൻഡായിട്ട് വരികയാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറിന് വേണ്ട, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ട ചില ക്വാളിറ്റീസിൽ ഒന്നാണ് ഒരു ബ്രാൻഡാകുന്നത്. സ്വയം ഒരു മൂല്യമുള്ള ഒരാളായി തീരുക. അതുമാത്രമല്ല, അങ്ങനെ ഒരു ദൃശ്യവൽക്കരിക്കുക, അതായത് ജനങ്ങളുടെ ഇടയിൽ ദൃശ്യവൽക്കരിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് പബ്ലിക് സ്പീക്കിംഗ്. അതായത് നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ